നമ്മളോളം നമ്മളെ അറിയാൻ നമ്മൾ തന്നെ മതി എന്നാണല്ലോ പറയുന്നത്. അല്ലേലും നമ്മുടെ സ്വപ്നങ്ങൾ നമുക്കല്ലേ അറിയൂ. സാധ്യമാവുന്നത് വരെ അത് മറ്റുള്ളവർക്കൊരു തമാശയായിരിക്കാം. ഇത്രയൊക്കെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടേതായ ഇഷ്ടങ്ങളെ നമ്മൾ ഒരിക്കലും മാറ്റിവെക്കരുത്. മറ്റുള്ളവർക്കെല്ലാം വേണ്ടി ജീവിച്ച് തീർക്കുന്നതിനിടയിൽ നമുക്ക് വേണ്ടി കൂടി കുറച്ച് സമയം നമ്മൾ കരുതി വയ്ക്കണം. എൻ്റെ എപ്പോഴത്തെയും ഒരു ഭയങ്കര ഇഷ്ടമാണ് വായനയും എഴുത്തും. അതിനായി ഞാനിപ്പോൾ സമയം കണ്ടെത്താൻ ശ്രമിക്കുന്നുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടി അതൊരു പ്രചോദനമാവട്ടെ എന്ന് വെച്ച് ഞാൻ പറഞ്ഞതാണേ തുടക്കത്തിൽ തന്നെ. ഇത് ശനിയാഴ്ചത്തെ കാര്യങ്ങളടങ്ങിയ ഒരു വീഡിയോ ആണേ. ഇപ്പോൾ ഞായറാഴ്ച ഞാനിതിൻ്റെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഇവിടെ പെരും മഴയാണ്. നിങ്ങൾക്ക് മിക്കവാറും അതിൻ്റെ ശബ്ദം കേൾക്കാമായിരിക്കും. ഭയങ്കര മഴയാണ്, പതിവിലും വിപരീതമായി ഈ ദിവസങ്ങളിലൊക്കെ. പറഞ്ഞു വന്നതിനെക്കുറിച്ച് ഒന്നും കൂടി പറഞ്ഞോട്ടെ. എൻ്റെ 2-3 പുസ്തകങ്ങൾ ഞാനിപ്പോൾ ആമസോണിൽ കിൻഡലിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ദിവസങ്ങളായി എക്സാമിൻ്റെയൊക്കെ കുറേ തിരക്കുകളായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം രാവിലെ കിടന്നുറങ്ങാൻ കിട്ടിയൊരു സമയമായിരുന്നു ശനിയാഴ്ച. അതുകൊണ്ട് തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെയായിരുന്നു. ബ്രെഡ് ഉണ്ടായിരുന്നു. അപ്പോൾ സ്റ്റൂ വേണമെന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ കയ്യിൽ നോൺ വെജ് ഒന്നുമില്ല. ബീഫോ ചിക്കനോ ഇല്ല, ഉരുളക്കിഴങ്ങും ഇല്ല, ക്യാരറ്റും ഇല്ല. പിന്നെ എങ്ങനെ സ്റ്റൂ വെക്കും എന്ന് വെച്ചാൽ ഈ ഒരു രീതിയിൽ ഞാൻ വെച്ചു. ഈ വക നമ്മൾ അത്യാവശ്യം സ്റ്റൂവിൽ വേണ്ട കാര്യങ്ങളൊന്നും ഇല്ലാതെയാണെങ്കിലും പക്ഷേ സ്റ്റൂവിൻ്റെ അതേ ടേസ്റ്റിൽ തന്നെ നമുക്കിത് വയ്ക്കാനും പറ്റി. അതിൻ്റെ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്തില്ല കേട്ടോ. ഇനി ഒരിക്കലും ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്യാം. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എളുപ്പം കഴിഞ്ഞു. ഉച്ചക്കത്തേക്കും ഒരുവിധം തട്ടിക്കൂട്ട് പരിപാടിയായിരുന്നേ. പടവലങ്ങയും ഉണക്കമീനും, പിന്നെ അതിൻ്റെ കൂടെ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ കീറിയിട്ടുണ്ട്. തേങ്ങ, മുളകും മഞ്ഞളും ചേർത്ത് അരച്ചും വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് നമ്മളൊരു കറി വെക്കാൻ പോവുകയാണ്. പുളിക്കായിട്ട് ഞാൻ പച്ചമാങ്ങ കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ചേർക്കാൻ പോവുകയാണ്. ആ സമയത്ത് നമ്മുടെ ചോറ് ഇവിടെ റെഡിയാവുന്നുണ്ട്. ഇത് പപ്പടം വറുക്കാനായിട്ടുള്ള എണ്ണ അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ കുടിക്കാനുള്ള വെള്ളം കൂടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് രാവിലെ ചെയ്തത്. രാവിലെ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ലേറ്റായി കേട്ടോ. ഞാൻ എണീച്ചപ്പോഴേ ലേറ്റായിരുന്നു. അപ്പോൾ നമ്മുടെ പടവലങ്ങയൊക്കെ അത് വെന്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആ മാങ്ങ ചേർക്കണം. പിന്നെ നമ്മുടെ മീൻ ചേർക്കണം. പിന്നെ അരപ്പ് ചേർക്കണം. അതെല്ലാം നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഒത്തിരി പുളിയില്ലാത്ത പച്ചമാങ്ങയാണ്. പിന്നെ ഇത് ഉണക്ക സ്രാവാണ്. അത് കഴുകി വെച്ചിട്ടുണ്ട്, മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ തേങ്ങയും അരച്ച് വെച്ചിട്ടുണ്ട്. വേറെ എന്ത് വെക്കുമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും പിന്നെ എല്ലാവരും കഴിക്കുന്ന സാധനം ആകണമെന്നുണ്ടല്ലോ. അല്ലെങ്കിൽ ചിലർ കഴിക്കില്ല എന്നുള്ള രീതി വന്നതുകൊണ്ട് കുട്ടികളും കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറുപയറും കൂടി വേവിക്കാൻ വെക്കുവാണേ. അപ്പോഴേക്കും പടവലങ്ങയുടെ കറി ഏതാണ്ട് റെഡിയായി വരുന്നുണ്ട്. ഇനി നമുക്ക് ചെറുപയർ കൂടി വേവിക്കാം. അപ്പോൾ കുക്കറിലിട്ട് ഞാൻ പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ചേർത്താണ് വേവിച്ചത്. അപ്പോൾ ജസ്റ്റ് മിസ് എന്ന് പറയാം, കരിഞ്ഞു പോയേനെ. കാരണം ഞാനിത് അടുപ്പിലിട്ടിട്ട് സിനിമ കാണുമായിരുന്നു അപ്പുറത്തെ. അപ്പോഴേക്കും എത്ര വിസിൽ കുക്കറിൽ വന്നു എന്നൊന്നും ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. അപ്പോൾ ഇത് ജസ്റ്റ് മിസ്സാന്ന് പറയാം. കണ്ടോ, അതിൻ്റെ സൈഡിലൊക്കെ ചെറുതായിട്ടിങ്ങനെ ഒട്ടിപ്പിടിക്കാൻ തുടങ്ങി. ഭാഗ്യത്തിന് അന്നേരം ഞാൻ ഓഫ് ചെയ്ത് പെട്ടെന്ന് ആവി കളഞ്ഞെടുത്തു. അങ്ങനെ ആ ചെറുപയറും പിന്നെ പടവലയും കൂടി ഒരുമിച്ച് ഞാൻ താളിച്ചെടുത്തു. രണ്ടിനും കൂടി ഒരുമിച്ച് താളിച്ചിട്ട് രണ്ടിലേക്കും ചേർത്തു. പിന്നെ ഇത് ഇന്നലത്തെയും നമ്മൾ താളും പരിപ്പും കൂടി ചേർത്ത് തേങ്ങ അരച്ച് വെച്ചൊരു കറി ഉണ്ടായിരുന്നു. പിന്നെ ഇത് കഴിഞ്ഞ ദിവസം ഞാൻ ഉണ്ടാക്കിയ ഒരു അച്ചാറാണ്. ആന്ധ്ര സ്റ്റൈലിൽ മാങ്ങ അച്ചാർ ഞാൻ ഉണ്ടാക്കിയിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. അതെല്ലാം കൂടെ ചേർത്തിട്ടായിരുന്നു ചോറ് കഴിച്ചത്. കണ്ടോ, താളിൻ്റെ കറി, ചെറുപയർ, പിന്നെ നമ്മളിപ്പോൾ പടവലങ്ങയും മീനും കൂടി കറി ഉണ്ടാക്കിയല്ലോ, പിന്നെ അച്ചാറും. ഇത്രയായിരുന്നു നമുക്ക് ഉച്ചയ്ക്ക് ഉണ്ടായിരുന്നത്. ഡയറ്റ് നോക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിലും ഇന്ന് ഇച്ചിരി ഞാൻ കൂടുതലാണ് ചോറെടുത്തതെന്ന് ഇപ്പം ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്താണ് ഞാനത് സത്യത്തിൽ ശ്രദ്ധിച്ചത് കേട്ടോ. അന്നേരം ഞാനത് അത്രയും ഓർത്തില്ല. നമ്മൾ തന്നെ ഫുഡ് ഉണ്ടാക്കി നമ്മൾ തന്നെ ആ ഒരു ടേസ്റ്റിലങ്ങ് കഴിച്ചു. ഇപ്പം ഞാൻ കണ്ടപ്പോഴാണ് അയ്യോ ഇത്രയും ചോറ് ഞാൻ കഴിക്കണ്ടായിരുന്നു എന്നൊക്കെ തോന്നിയത്. പക്ഷെ അതെപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്, പലപ്പോഴും മറന്നു പോവേ. ഉച്ച കഴിഞ്ഞ് പിന്നെ നല്ല മഴയായിരുന്നു. മഴയോട് മഴയെന്ന് പറയത്തില്ലേ, അതുപോലത്തെ ഒരവസ്ഥയായിരുന്നു. ഭയങ്കര തണുപ്പും ഇരുട്ട് മൂടിയൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ഒരു സമയത്താണ് ഞാൻ പറഞ്ഞത് ഈ പുസ്തകം വായിക്കാനെടുത്തതും പിന്നെ നമ്മൾ ചായ കുടിക്കാനായിട്ട് കട്ടൻ ചായയും ഈ പുസ്തകങ്ങളും പിന്നെ നമ്മൾ ഈ പള്ളിപ്പെരുന്നാളിന് വാങ്ങിച്ച എന്തോ ഒരു സ്നാക്സ് ഉണ്ടായിരുന്നു, ആ ഒരു പാക്കറ്റ് അതും പൊട്ടിച്ചു. അങ്ങനെയായിരുന്നു ഇന്നലെ 4 മണിക്കുള്ള സമയം. പിന്നെ രാത്രി നമ്മൾ കഞ്ഞിയാക്കി.
കാരണം ആ ചെറുപയർ ഒരുപാട് കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കഞ്ഞി ഞാൻ ഉണ്ടാക്കി. അപ്പോൾ ആ ചൂട് കഞ്ഞിയും ചെറുപയറും അച്ചാറും പിന്നെ ഒരു മാങ്ങാ സമ്മന്തി ഉണ്ടാക്കി. പിന്നെ ഒരു അലങ്കാരത്തിന് അല്ലെങ്കിൽ ഒരു അഹങ്കാരത്തിനെന്ന് പറയാം, ഒരു പപ്പടവും. ഇത്രയും കാര്യങ്ങളായിരുന്നു ഈ ഇന്നലെ ഒരു ദിവസത്തെ നമ്മുടെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് എൻ്റെ ജീവിതത്തിലെ സംഭവങ്ങൾ. താങ്ക്